നമസ്കാരം എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ഒരു മാസത്തിന് മുമ്പേ നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ ഒത്തിരിയേറെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ നമ്മുടെ പ്രൊഡക്റ്റ് റിവ്യൂവും അതുപോലെ തന്നെ അൺബോക്സിങ്ങും പിന്നെ നമ്മളത് ഉപയോഗിച്ചപ്പോൾ നമുക്ക് വന്ന ചെറിയൊരു പ്രശ്നവും ഇത് ഉപയോഗിക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡോക്സിൻ്റെ SFUV8080 എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ് ബോക്സ് ആണ്. സോഫ്റ്റ് ബോക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഷിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്ലാഷിൻ്റെ ലൈറ്റിനെ, ഹാർഷ് ലൈറ്റിനെ സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റിൻ്റെ ഡയമീറ്റർ ഇച്ചിരി വലുതാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് സോഫ്റ്റ് ബോക്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഏകദേശം 3000 രൂപ അടുത്താണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 80 സൈസിലുള്ള സോഫ്റ്റ് ബോക്സ് ആണ് വാങ്ങിച്ചത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ഡയമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലാർജ് ഏരിയ തന്നെ ഈ ലൈറ്റ് വെച്ച് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ട്സ്, നമുക്കിത് ഡബിൾ ലെയർ ഡിഫ്യൂഷൻ മെറ്റീരിയൽ കൂടിയാണ് വരുന്നത്. ഇതിനകത്ത് 2 ലെയർ ഡിഫ്യൂഷൻ മെറ്റീരിയലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോംബോ പാക്കിൻ്റെ കൂടെ നമുക്ക് എക്സ് ബ്രാക്കറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ് ബ്രാക്കറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് തന്നെ ചൂസ് ചെയ്യാണ്ട് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ മടക്കി എടുത്ത് നമ്മുടെ ഫീൽഡിലൊക്കെ കൊണ്ടുപോയി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് നമ്മുടെ 5-in-1 റിഫ്ലക്ടറൊക്കെ മടക്കി എടുക്കുന്ന പോലെ ഇതുപോലെ മടക്കി എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഫ്ലെക്സിബിൾ മെറ്റീരിയൽ വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തുണിയുടെയൊക്കെ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമ്മളിത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള ഇത് കിട്ടും. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ നടുവേ തുറന്നിട്ട് ഒരു ബുക്ക് തുറക്കുന്ന പോലെ നടുവേ തുറന്നിട്ട് ഇങ്ങനെ തുറന്നെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് ബോക്സ് വളരെ സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് എക്സ് ബ്രാക്കറ്റിലേക്ക് കണക്ട് ചെയ്യാണ്ടും വളരെ എളുപ്പമാണ്. അത് നമ്മൾ എക്സ് ബ്രാക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് ബോക്സ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ സാധനം ഉപയോഗിക്കുമ്പോൾ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈ കാണുന്ന രീതിയിലേക്ക് മടങ്ങിപ്പോവും. ഇങ്ങനെ മടങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ നമ്മൾ മടക്കി പിടിച്ചേക്കുന്നതാണ്. നമ്മൾ ഈ പിടി വിട്ടാലും ഇങ്ങനെ തന്നെ ഇരിക്കുന്ന വിധത്തിൽ ഇത് മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ഇത് മടക്കി എടുക്കാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് വരുന്നത്. അത് നമ്മൾ ഇവിടെയും പിടിച്ച് മടക്കുമ്പോൾ വരുന്ന പ്രശ്നമാണ്. പക്ഷേ നമ്മൾ ഇത് പ്രോപ്പറായിട്ട് മടക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കുക. അതായത് നമ്മുടെ സ്ക്വയർ ബുക്ക് പോലെ ഇങ്ങനെ നടുക്കോട്ട് മടക്കിയിട്ട് ബുക്ക് പോലെ മടക്കി ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ പേര് വരുന്ന ഭാഗം വലതുവശത്തോട്ട് ഫേസ് ചെയ്യുന്നതിൽ വെച്ചിട്ട് ഇവിടെ കൈ പിടിച്ചിട്ട് ഇവിടെയും ഒരു കൈ പിടിക്കണം. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് മടക്കി എടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് 5-in-1 റിഫ്ലക്ടറൊക്കെ മടക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യം, അതായത് നമ്മൾ ഈ പിടിക്കേണ്ട പൊസിഷൻസ് ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വളഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത് നമ്മുടെ വളഞ്ഞു പോയിട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് റെഡിയാക്കി എടുത്താണ്. നമ്മൾ ഒത്തിരിയേറെ വീഡിയോസ് വളഞ്ഞു പോയ സമയത്ത് കണ്ടായിരുന്നു. അതിനകത്തൊക്കെ പലതിനകത്തും പറഞ്ഞിരുന്നത് ഇത് തിരിച്ച് വരത്തില്ല, വേറൊരെണ്ണം വാങ്ങിക്കുന്നത് തന്നെ നല്ലതെന്ന് പലതിനകത്തും പറഞ്ഞിട്ടാണ്. പക്ഷേ നമ്മൾ തിരിച്ച് എങ്ങനെയോ നമ്മുടെ പഴയ രീതിയിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്കിവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് ഇപ്പം വലിയ സീനുകളായിട്ട് തോന്നുന്നില്ല.
അപ്പോൾ ഫ്രണ്ട്സ് ഒന്നുകൂടെ മടക്കുന്നത് കാണിച്ചു തരാം. ഈ ഗോഡോക്സ് എന്ന പേര് വലതുവശത്തോട്ട് വരുന്ന വിധത്തിൽ വന്നിട്ട് ഇവിടെ നടുക്ക് കൈ പിടിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ താഴത്തെ കോർണറിലും കൈ പിടിക്കണം. എന്നിട്ട് നൈസായിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ക്യാരിങ് കേസിലൊക്കെ ഇട്ട് സുഖമായിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഈ സോഫ്റ്റ് ബോക്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ ഒത്തിരിയേറെ അടിപൊളിയായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് എടുത്ത കുറച്ച് ഒരു ബേബി ഷൂട്ടിൻ്റെ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത കുറച്ച് പ്രൊഡക്റ്റ് ഫോട്ടോസും ഫുഡ് ഫോട്ടോയൊക്കെ നമുക്ക് ഇപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫോട്ടോയിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ സോഫ്റ്റ് ബോക്സ് യൂസ് ചെയ്താൽ അടിപൊളി റിസൾട്ടുകൾ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ഈ ഒരു സോഫ്റ്റ് ബോക്സ് അതുപോലെ കുറച്ച് ലൈറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ സീനിനെ മുഴുവൻ വളരെ ഡ്രാമാറ്റിക്കും സിനിമാറ്റിക്കും അതുപോലെ വളരെ പ്രൊഫഷണലി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വല് നമ്മുടെ ഒരു സാധാ ഒരു ട്യൂബ് ലൈറ്റ്, നമ്മുടെ ഈ റൂമിലുള്ള സാധാ ട്യൂബ് ലൈറ്റ് നിന്ന് വരുന്ന വെട്ടത്തിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സോഫ്റ്റ് ബോക്സ് ഉപയോഗിച്ച് നമ്മൾ ലൈറ്റ് ചെയ്തൊരു സീനാണ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ബൾബും അതുപോലെ നമ്മുടെ സോഫ്റ്റ് ബോക്സും യൂസ് ചെയ്താണ് ഈ സീൻ മൊത്തം ലൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതേപോലെ നമ്മുടെ വീഡിയോയുടെ എൻ്റെ സീനിലെ നല്ല അടിപൊളി പ്രൊഫഷണൽ ലുക്കിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വലിയ ഹൈ ക്വാളിറ്റി വീഡിയോ ലൈറ്റ് ഒന്നും ഇതിനുവേണ്ടി യൂസ് ചെയ്തില്ല. നമ്മൾ വളരെ ചിലവ് പറഞ്ഞ 4 LED ബൾബ് നമ്മളൊരു ചെറിയൊരു സംഭവത്തിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എസ് ബ്രാക്കറ്റിനകത്തോട്ട് മൗണ്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ സീൻ മൊത്തം ലൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ആരെങ്കിലും ഇതുപോലത്തെ സോഫ്റ്റ് ബോക്സ് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടിത് മടക്കുന്ന കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഇത് മടക്കാൻ. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് നമ്മൾ ആമസോണിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കാനും മറക്കരുത്. ഞങ്ങളിന്ന് പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് തന്നെ PhotoCrafter ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്ത ഈ സോഫ്റ്റ് ബോക്സിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ, ട്രൈപോഡ്, മൊബൈൽ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാനോ കാണാനോ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഫ്രണ്ട്സ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ അണിയറ കാഴ്ചകളുടെ സീരീസ് നമ്മൾ ഉടനെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോകണം. അപ്പം ഞങ്ങൾ ചെയ്ത് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏതെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക, നമ്മുടെ കമൻറ്റിൽ അതിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.